ാക്കിക്കോളി. കോഴിച്ചനയിൽ മുട്ടുകുത്തിച്ചു എന്ന് പറഞ്ഞല്ലോ. ആരെ ആ എന്താണ് സുംബ ഡാൻസുകാരൻ ടി കെ അഷ്റഫ് എന്തേ പറഞ്ഞ് മണി 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 മണിയായി പറഞ്ഞു എന്നേ പറഞ്ഞേ. ഇപ്പൊ ഫൈസൽ മുസ്ലിയാർ അതാ പറഞ്ഞ് അവിടെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അവിടെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന്. കോഴിച്ചനയിൽ വന്ന അബദ്ധം തിരുത്തി എന്നല്ല ഈ വീഡിയോയിൽ ഉള്ളത്. എന്നാന്ന് പറഞ്ഞപ്പോൾ ഇബ്നു കസീർ പറയുന്നു, ഇമാം ഖുർത്തുബി പറയുന്നു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു ധാരണ പെശകാണ്. എൻ്റെ മനസ്സിൽ അപ്പോഴും വന്നൊരു ബോധ്യം തഫ്സീർ ഇബ്നു കസീറിൽ ഉണ്ട്, തഫ്സീർ ഖുർത്തുബിയിൽ ഉണ്ട് എന്നായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിലോ അത് ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഞാൻ മേലെ പോസ്റ്റ് ചെയ്ത വീഡിയോ കാണുക. വെറുതെ ഫൈസൽ മുസ്ലിയാർ ഹനീഫ് കായക്കോടിൻ്റെ അടുത്തേക്കും അനസ് മൗലവിൻ്റെ അടുത്തേക്കും വാദപ്രതിവാദത്തിന് ചെല്ലാത്തത് വെറുതെയാണോ? ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോളി. കോഴിച്ചനയിൽ മുട്ടുകുത്തിച്ചു എന്ന് പറഞ്ഞല്ലോ. ആരെ ആ എന്താണ് സുംബ ഡാൻസുകാരൻ ടി കെ അഷ്റഫ് എന്തേ പറഞ്ഞ് മണി 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 മണിയായി പറഞ്ഞു എന്നേ പറഞ്ഞേ. ഇപ്പൊ ഫൈസൽ മുസ്ലിയാർ അതാ പറഞ്ഞ് അവിടെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അവിടെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? എത്ര ജനങ്ങൾ അത് കേട്ട് വിശ്വസിച്ച് മരണപ്പെട്ടു പോയി. എത്ര ജനങ്ങൾ. നിങ്ങൾ പറയുന്ന ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് സത്യമാണ്, അത്തരത്തിൽ പ്രാമാണികമായ തെളിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയി. ആരോടുള്ള വിരോധം കാരണമായിരുന്നു ഇതാ പറഞ്ഞത് മുസ്ലിയാരിയത്ത് എന്നത്. അപ്പപ്പ കാണുന്നവരെ അപ്പാന്ന് വിളിക്കണ സ്വഭാവം മുസ്ലിയാക്കന്മാർക്കുള്ളതാ. കിതാബുകളില്ലെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു ഉയർത്തിക്കാട്ടും. താൽക്കാലികം രക്ഷപ്പെടാൻ അത് മുസ്ലിയാരിയത്താണ്. മുസ്ലിയാർക്ക് ഇപ്പോൾ സ്വബോധം വന്നു തുടങ്ങി, അന്ന് പറഞ്ഞത് അബദ്ധമായിരുന്നു എന്ന്. അല്ലേ? അതല്ലേ മുസ്ലിയാരെ നിങ്ങൾ വാദപ്രതിവാദത്തിന് കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ പണ്ഡിതന്മാർ വിളിച്ചിട്ട് ചെല്ലാത്തത്? നിങ്ങളുടെ കൂട്ടത്തിലെ എത്ര പ്രവർത്തകന്മാർ നിങ്ങളോട് ചോദിച്ചു എന്തുകൊണ്ട് KNMന്റെ പണ്ഡിതന്മാരുമായി നമുക്ക് ഇരുന്നുകൂടാ? നിങ്ങൾ എന്തെല്ലാം മുടന്ത ന്യായങ്ങളാണ് മുസ്ലിയാരെ പറഞ്ഞു കൊടുത്തത്. മുസ്ലിയാരെ മരിച്ചു പോണ്ടേ? എത്ര കളവ്! ഈ തൗഹീദി പ്രസ്ഥാനത്തെ തകർക്കാൻ എത്രമാത്രം കളവുകൾ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ മൈക്ക് കെട്ടിയിട്ട് മുഖാമുഖങ്ങളിലൂടെ അതുപോലെയുള്ള പൊതുപരിപാടികളിലൂടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ജനങ്ങൾ ആഗ്രഹിച്ചതാണ്. കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ പണ്ഡിതന്മാർ നിരന്തരമായി നിങ്ങളെ വെല്ലുവിളിച്ചു ആ ഖുർത്തുബി ഒന്ന് കാണിക്കാൻ, ആ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ ഒന്ന് കാണിക്കാൻ. നിങ്ങൾ പറഞ്ഞത് അബദ്ധമായിരുന്നു, പക്ഷേ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. നിങ്ങളുടെ ഉറക്കം കെടുത്തി. രാത്രിയിൽ നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാതെ ആ കളവ് നിങ്ങളെ ഈ ഫൈസൽ മുസ്ലിയാരെ പിടികൂടി. അദ്ദേഹം സത്യം വിളിച്ചു പറയുന്നു, കോഴിച്ചന സംവാദത്തിൽ എനിക്ക് അബദ്ധം സംഭവിച്ചു എന്ന്. എന്നാന്ന് പറഞ്ഞപ്പോൾ ഇബ്നു കസീർ പറയുന്നു, ഇമാം ഖുർത്തുബി പറയുന്നു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു ധാരണ പെശകാണ്. എൻ്റെ മനസ്സിൽ അപ്പോഴും വന്നൊരു ബോധ്യം തഫ്സീർ ഇബ്നു കസീറിൽ ഉണ്ട്, തഫ്സീർ ഖുർത്തുബിയിൽ ഉണ്ട് എന്നായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിലോ അത് ഇല്ല. അതൊരു അബദ്ധം തന്നെയാണ്, അത് ധാരണ പെശകുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, ഈ ഒരു വീഡിയോ ഇന്നലെ ഇവിടെ ഇട്ടപ്പോൾ ചില ആളുകൾ എൻ്റെ PM വന്നിട്ട് ചോദിച്ചു, ഇതിൽ കൃത്രിമമില്ലേ, ഇതിൽ തട്ടിപ്പില്ലേ, വെട്ടിപ്പില്ലേ, ഇത് കോഴിച്ചനയിൽ നടന്ന അബദ്ധമല്ലല്ലോ ഈ വീഡിയോയിൽ ഫൈസൽ മുസ്ലിയാർ തിരുത്തിയിട്ടുള്ളത്, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ അത് പ്രചരിപ്പിക്കുന്നത് എന്നുള്ള രൂപത്തിലൊക്കെ ചില ആളുകളെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനൊരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ കോഴിച്ചനയിൽ വന്ന അബദ്ധം തിരുത്തി എന്നല്ല ഈ വീഡിയോയിൽ ഉള്ളത്.
കോഴിച്ചനയിൽ വന്ന അബദ്ധം അദ്ദേഹം തിരുത്തേണ്ടതാണ്. പക്ഷെ അദ്ദേഹം ഇതേപോലെ പ്രൂഫ് പോയിന്റ് ഉപയോഗപ്പെടുത്തിയിട്ടോ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടോ അദ്ദേഹം തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ സമസ്തക്കാർക്ക് മുഖാമുഖത്തില് നബിദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടി കൊടുക്കുന്നിടത്ത് അദ്ദേഹത്തിന് വന്ന അബദ്ധം, ഇമാമിങ്ങളുടെ പേര് പറഞ്ഞുകൊടുത്ത് വന്ന അബദ്ധം, ഇനി സ്വാഭാവികമാണ് ചിലപ്പോൾ ഇമാമികളുടെ പേര് പറയുന്നിടത്ത് അല്ലെങ്കിൽ കിതാബ് ഉദ്ധരിക്കുന്നിടത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. സംവാദങ്ങളോ മുഖാമുഖങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ ചിലപ്പം ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോകാം. പിന്നീട് വന്നിട്ട് അത് തിരുത്തുന്നതൊന്നും തെറ്റല്ല, അതൊരു മാന്യമായ കാര്യമാണ്. ആധുനിക കാലത്ത് ഒരുപാട് പണ്ഡിതന്മാർ ഇത് ബിദ്അത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സലഫികൾ പ്രത്യേകിച്ചും അല്ലാത്തവരടക്കം ഈ വിഷയം പറയുന്ന പല സ്ഥലത്തും ഇത് ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മളൊക്കെ കണ്ടു. അന്ന് മറുപടി പറഞ്ഞപ്പോൾ എൻ്റെ ധാരണയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖും പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു ധാരണയിൽ വന്നതാണ്. ഞാൻ ആദ്യത്തെ മറുപടി പറഞ്ഞു ഓർമ്മയില്ല, നോക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ സ്വാഭാവികം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ വന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ഇബ്നു കസീറിലോ ഖുർത്തുബിയിലോ മുഹീദ്ദീൻ ഷെയ്ഖ് കിതാബിലോ ഇല്ല. അതൊരു ധാരണപ്പശകാണ്. കിതാബിൻ്റെ പേര് പറഞ്ഞിടത്ത് ഒരു ധാരണപ്പശക് വന്നു എന്ന് മാത്രം. ആശയം ഉള്ളതാണ്. ഇമാം മാലിക്, ഇമാം ഷാത്തിബി അത് ആ നിലക്ക് റിപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ്. ഇത് സനദടക്കം ഇബ്നു ഹസം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഹിക്കാം എന്ന കിതാബിൽ ഉദ്ധരിച്ചതുമാണ്. സനദോടുകൂടി ഇബ്നു ഹസം മുതൽ ഇമാം മാലിക്കിൽ എത്തുന്ന പരമ്പര അടക്കം ഇമാം ഇബ്നു ഹസം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഹിക്കാം എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതല്ല, യഥാർത്ഥം അതിനാണ്. ഇമാം ഷാത്തിബി പറഞ്ഞതാണ്, ഞാൻ യഥാർത്ഥത്തിൻ്റെ കണ്ടുകൊണ്ട് നയിക്കുന്ന കിതാബിൽ കണ്ടിട്ടുള്ളത് അതാണ്. പിന്നീടാണ് ഇത് കാണുന്നത്. ഇബ്നു ഹസമിൻ്റെ അൽ ഹിക്കാം എന്ന കിതാബിൽ സനദടക്കം കൊടുത്തിട്ടുണ്ട്. ആ സനദിൽ ചെറിയ ചെറിയ വീക്ഷണ വ്യത്യാസങ്ങളൊക്കെ ചിലർ ഉദ്ധരിച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായി നബിയുടെ ഹദീസ് ഉദ്ധരിക്കുന്ന ആ സൂക്ഷ്മതയിൽ മറ്റൊരാളുടെ വാക്ക് അതേപോലെ ഉദ്ധരിക്കണമെന്നില്ല. നബിയുടെ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഒരു അക്ഷരം പോലും മാറാതെ, ഒരു ഹർക്കത്ത് പോലും മാറാതെ നബി തങ്ങൾ എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ അവർ ഉദ്ധരിച്ചു പോലും. പിന്നെ ഏറി വന്ന റിവായത്തുമ്പിൽ മായനായൊരു ഭാഗം അതിൽ പോലും ഒരുപാട് നിബന്ധനകൾ പണ്ഡിതന്മാർ വെച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരു പണ്ഡിതൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഖുത്ബയിൽ പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഒരാൾ ഉപദേശിച്ചൊരു കാര്യം അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ പദങ്ങൾ പോലും അതേപടി അങ്ങനെ തന്നെ ഉദ്ധരിക്കാൻ ആ സൂക്ഷ്മത വേണമെന്ന് ലോകത്താരും വെച്ചിട്ടില്ല, അത് സംഭവവുമല്ല. ഏതായിരുന്നാലും ഇബ്നു ഹസം റഹിമഹുല്ലാ സനദോട് ഉദ്ധരിച്ചു. ഇമാം ഷാത്തിബി റഹിമഹുല്ലാ സനദില്ലാതെ ആയിരക്കണക്കായ ഉദ്ധരണികൾ ആ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലി, ഈ കിതാബിലെ ശൈലി സനദില്ലാതെ പറയലാണ്. റിയാദ് സ്വഹീനൊക്കെ പറയും, റിയാദ് സ്വഹീൻ സനദ് പറയുന്നില്ലല്ലോ, സ്വഹാബിയെ പറയും, എന്നിട്ട് ഖാദ റസൂലുള്ളാഹി എന്ന് പറയും. ഇമാം ഷാത്തിബിയുടെ കിതാബിൽ ഇത്തിസാമിൻ്റെ ശൈലി അതാണ്.